സ്റ്റക്കായി നിൽക്കുന്ന നിങ്ങളുടെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യണ്ടേ? റീസ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും? മികച്ച തൊഴിൽ സാധ്യതകളുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും പഠിച്ചാൽ മതിയോ? പോരാ. ഉറപ്പുള്ള ഭാവിക്കായി ചിത്ര വിമൻസ് അക്കാദമിയിൽ പഠിക്കൂ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം മുതൽ ഹെൽത്ത് കെയറിലെ AI വരെ ഇവിടെ പഠിക്കാം. യൂണിവേഴ്സിറ്റി ആൻഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റോട് കൂടി. അനങ്ങനടി പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആരോഗ്യ, വനിതാ, ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. അനങ്ങനടി പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആരോഗ്യ, വനിതാ, ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ, വനിതാ, ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പ്രവർത്തിക്കൊണ്ട് ഇവിടെ നിർവഹിച്ചിരിക്കുന്നു. വളരെയധികം സന്തോഷം. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാലക്കാട് DMO ഡോക്ടർ TV റോഷ്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഉദയകുമാർ, വൈസ് പ്രസിഡന്റ് P ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സിന്ധുമോൾ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. NHMന്റെയും സംസ്ഥാന ആർദ്ര മിഷന്റെയും ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. നമുക്ക് 2 ഡോക്ടേഴ്സ് കൂടി, ഒരാൾ പഞ്ചായത്തും പിന്നെ ഒരാൾ കൂടി, ഇനി സർക്കാർ വെക്കേണ്ടത് ഒരു ഡോക്ടറെ കൂടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡോക്ടറെ കൂടി ഇവിടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുമെന്നുള്ളത് പറയട്ടെ. ഇതാണ് നമ്മളുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. നമ്മുടെ കൺമുന്നിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന മാറ്റം, നല്ല സൗകര്യങ്ങൾ. ഇത് ഒരു ഗ്രാമമാണ്. നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ആരോഗ്യ കേന്ദ്രം മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കും.